ബ്രാൻഡ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം ഇന്നും ആരാധകർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്രതീക്ഷിതമായിരുന്നു ആ മരണം. അപകടത്തിൽ ബാലഭാസ്കറിന്റെ മകളും മരണപ്പെട്ടിരുന്നു. 2018 സംഭവം. അദ്ദേഹത്തിന്റെ മരണശേഷം സംഭവ ബഹുലമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ തുടക്കം മുതൽ ശക്തമായിരുന്നു. അപകടത്തിന് തൊട്ടുമുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടുവെന്ന കലാഭവൻ സോബിയുടെ മൊഴിയും ദുരൂഹതകൾ വർദ്ധിപ്പിച്ചിരുന്നു. അപകടമുണ്ടായി നാളിതുവരെ നടമാടിയ വിവാദങ്ങളിലൊന്നും ലക്ഷ്മി പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ അപകടമുണ്ടായി 6 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായി അന്ന് നടന്നത് എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലക്ഷ്മി. ഞങ്ങളുടേത് വ്യക്തിപരമായൊരു യാത്രയായിരുന്നു. ഞങ്ങളുടെ നേർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ഞാനൊരു അസുഖാവസ്ഥയിലുമായിരുന്നു. എനിക്ക് മഞ്ഞപ്പിത്തത്തിന്റെ പ്രശ്നം വന്നിരുന്നു. ഡെലിവറിക്ക് ശേഷം വന്ന പ്രശ്നമാണ്. അതിങ്ങനെ വിട്ടുവിട്ട് വരികയും റിക്കവർ ആവുകയും ചെയ്യുന്ന ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. തൃശൂരിൽ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ മകൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു. നേർച്ച കഴിഞ്ഞു. രാത്രി തിരികെ വരികയായിരുന്നു. ഒത്തിരി വൈകാത്തതിനാലാണ് രാത്രി തിരിച്ചു വരാൻ തീരുമാനിക്കുന്നത്. ബാലുവിന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷം ചെയ്യേണ്ട ജോലികൾ ഉണ്ടായിരുന്നു. എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്. ഞാൻ കാറിന്റെ മുൻ സീറ്റിൽ ഇരിക്കുകയാണ്. മകൾ എന്റെ മടിയിലായിരുന്നു. മോഷൻ സെൻസിംഗ് ഇല്ലാതിരിക്കാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. കുറച്ചു ദൂരം വന്നിട്ടുണ്ട്. അതിനുശേഷം കാർ നിർത്തിയിരുന്നു. ഡ്രൈവർ പുറത്തിറങ്ങി. ബാലു പുറകിലെ സീറ്റിലുണ്ട്. ഡ്രൈവ് ചെയ്തിരുന്ന ആളുടെ പേര് അർജുൻ. അവർ കടയിൽ നിന്നും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. അവർ കൊണ്ടുവന്ന് ബാലുവിന് കൊടുക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ എന്ന് ബാലു എന്നോട് ചോദിച്ചു. വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. എത്താറായോ എന്ന് ചോദിച്ചപ്പോൾ അധികം വൈകില്ലെന്നും ബാലു പറഞ്ഞു. അതിനുശേഷം അർജുൻ കാറിൽ കയറി ഡോർ അടച്ചു. അപ്പോൾ ഞാൻ കിടക്കട്ടെ എന്ന് ബാലു പറയുന്നുണ്ടായിരുന്നു. ബാലു വിശ്രമിക്കാൻ വേണ്ടി കിടക്കുകയായിരുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി അസാധാരണമായൊരു മൂവ്മെന്റ് തോന്നിയപ്പോഴാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ഓഫ് റോഡ് സഞ്ചരിക്കുന്നത് പോലെ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥ. കണ്ണു തുറക്കുമ്പോൾ പുറത്തുള്ള കാഴ്ച അത്ര വ്യക്തമല്ല. പക്ഷേ ഡ്രൈവർ സീറ്റിൽ അർജുൻ ആകെ പകച്ച് വണ്ടിയുടെ നിയന്ത്രണം കയ്യിൽ ഇല്ലാത്തതുപോലൊരു ഇരിപ്പായിരുന്നു. സെക്കൻഡുകളുടെ ഓർമ്മയാണ്. ഞാൻ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒച്ച പുറത്തു വന്നുവോ എന്നറിയില്ല. കൈകൊണ്ട് ഗിയർ ബോക്സിൽ നന്നായി അടിക്കുന്നുണ്ട്. അവിടെ എന്റെ ബോധം പോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ വെച്ചാണ് ഞാൻ കണ്ണു തുറക്കുന്നതെന്നും ലക്ഷ്മി പറയുന്നു. അതേസമയം അവിടെ തങ്ങുമെന്ന് തീരുമാനിച്ചല്ല പോയത്. വൈകുകയാണെങ്കിൽ തങ്ങാം, അല്ലെങ്കിൽ പുറപ്പെടാമെന്നായിരുന്നു ബാലു പറഞ്ഞത്. ബാലുവിന് രാവിലെ ജിമ്മിൽ പോകണം. പ്രാക്ടീസ്, സ്റ്റുഡിയോ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ബാലഭാസ്കറെ അറിയുന്നവർക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു റൊട്ടീൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ തന്നെയാകും അദ്ദേഹം പോകുന്നതെന്നും ലക്ഷ്മി പറയുന്നു.